ജിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല. ഒരു അപകട സന്ദർഭം ഉദാഹരണം, ആ അപകട സന്ദർഭത്തിൽ ജിന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി, അത് ശിർക്കാണ്. ജിന്നുകളുടെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല, അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ജിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല. ഒരു അപകട സന്ദർഭം ഉദാഹരണം, ആ അപകട സന്ദർഭത്തിൽ ജിന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി, അത് ശിർക്കാണ്. അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല, അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഏത് സൃഷ്ടിയോടും, അതിന് മാത്രമല്ല ഏത് സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടിയോടുള്ള ചോദ്യം ദുആ ആകുന്നതെപ്പോൾ, അല്ലാത്തതെപ്പോൾ. അതാണ് തർക്കം. ഡോക്ടറോട് രോഗം സുഖമാക്കണേ എന്ന് പറഞ്ഞാൽ ദുആ അല്ല, ശിർക്കല്ല. മുഹീദ്ദീൻ ശൈഖെ രോഗം സുഖമാക്കണേ എന്ന് പറഞ്ഞ ദുആ ആണ്, ശിർക്കാണ്. എന്താണ് വേർതിരിക്കുന്ന ഘടകം? അതിനാണ് കഴിവുപെട്ടും കഴിവുപെടാത്തതും പറഞ്ഞത്. എന്ന പോലെ ജിന്നുകൾക്ക് ജിന്നുകളെ കഴിവുണ്ട്, അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അവൻ നമ്മളെ കാണും, നാം അങ്ങോട്ട് കാണില്ല, അല്ലാഹ് പറഞ്ഞു. നമ്മുടെ ശബ്ദം അവർ കേൾക്കും, ഹദീസിൽ വന്നു. അവർക്ക് പല കഴിവുമുണ്ട്, ഖുർആനിൽ വിശദീകരിച്ചു. ഇപ്പൊ സുലൈമാൻ നബിക്ക് പണിയെടുത്തു കൊടുത്തു, മുഅ്ജിസത്തല്ലേ എന്ന് പറയും. മുഅ്ജിസത്ത് പണിയെടുത്തതല്ല, പണിയെടുപ്പിച്ചതാണ്. സുലൈമാൻ നബി പണി എടുപ്പിച്ചതാണ് മുഅ്ജിസത്ത്, പണിയെടുത്തത് മുഅ്ജിസത്തല്ല. കാരണം ജിന്നിനെന്തില്ല, മുഅ്ജിസത്തില്ല. കടലിൽ മുങ്ങി മുത്തുവാരി കൊടുത്തു സുലൈമാൻ നബിക്ക്, സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം. മുത്തുവാരിയത് മുഅ്ജിസത്താണോ? അല്ല. സുലൈമാൻ നബി പറഞ്ഞയച്ച് പണിയെടുപ്പിച്ചു എന്നതാണ് മുഅ്ജിസത്ത്. മറ്റത് ഓന്റെ കഴിവാണ്, പ്രകൃതമാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഫൈസൽ മുസ്ലിയാർക്ക് അത് കിട്ടിയത് ഷെയ്ഖ് സാലിഹുൽ ഫൗസാന്റെയും അതുപോലെ വേറെ ചില സാലി ആലു ഷെയ്ഖിന്റെ ഒക്കെ കിതാബ് എന്നാണ് അവരൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ ബാക്കിയിരിക്കുന്നു. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഞാൻ അത് ഇന്ന ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞല്ലാതെ ഹുസൈൻ സലഫിയോ അല്ലെങ്കിൽ സി പി സലീമോ ആരെങ്കിലും ആ അന്നാമ 128 അതിന് തെളിവത്ത് വരെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഫൈസൽ ഒറ്റപ്പെട്ടിരിക്കുക അന്നാമ 128 കൊണ്ട്. മനസ്സിലായില്ലേ? പറയാൻ പറ്റിയ ധൈര്യമില്ല, എന്നത് മനസ്സിലായിട്ടില്ല. ഏതായാലും അന്നാമ 128 അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വക പറഞ്ഞതല്ല, സലഫി ഉലമാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹം അല്ലാതെ മറ്റാരും അതിനെ സപ്പോർട്ട് ചെയ്ത് ഫദ്ലുല്ലാക്കോ മാലിക്കോ സയ്യിദ് സലഫി ഒന്നും ഇതുവരെ അന്നാമ 128 ഓതി ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ അതിനെ പറ്റി യക്കീനില്ലാത്തോണ്ടാവും. കേട്ടോ, ഇതാണ് അവസ്ഥ. വിസ്റ്റത്തിലുണ്ട്, പക്ഷെ അന്നാമ 128 ഓതി പഠിപ്പിച്ചു കൊടുക്കൂല. ഹുസൈൻ സലഫി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അന്നാമ 128 വസീലത്ത് ശിർക്കും അതുപോലെ തന്നെ അപ്പറഞ്ഞ ആ ഖുർത്തുബിയുടെ ഇബാറത്തും ഇബ്നു അബ്ബാസിന്റെ ഉദ്ധരണി